ശ്രീനാരായണ ഗുരുവിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുവിനെ സനാതന ചട്ടക്കൂടിൽ ഒതുക്കിക്കൂട്ടാൻ ശ്രമമെന്നും മുഖ്യമന്ത്രി. സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. സനാതനധർമ്മത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വിമർശനവുമായി ബിജെപി നേതാവ് വി മുരളീധരൻ. മറ്റേതെങ്കിലും മതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്താൻ മുഖ്യമന്ത്രി ധൈര്യപ്പെടുമോ എന്ന് മുരളീധരൻ ചോദിച്ചു. സനാതനധർമ്മികളെ അധിക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. എം.കെ. സ്റ്റാലിൻ നടത്തിയ പ്രസ്താവനയുടെ തുടർച്ചയെന്നും മുരളീധരൻ പറഞ്ഞു. ശിവഗിരിയിലെ വേദിയെ സനാതനധർമ്മികളെ അധിക്ഷേപിക്കാൻ, സനാതനധർമ്മ വിശ്വാസികളെ അധിക്ഷേപിക്കാൻ, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല, ആ പ്രചാരവേല നടത്താൻ വേണ്ടിയിട്ടുള്ള വേദിയാക്കി മാറ്റുന്നത് ശിവഗിരിയെ അവഹേളിക്കുന്നതിന്, ശിവഗിരി വിശ്വാസികളെ, ശ്രീനാരായണീയരെ അവഹേളിക്കുന്നത് തുല്യമാണ്.